ഇന്ന് കൂടുതൽ റാപ്പർ വേടനെ പറ്റി പറയേണ്ടി വരുന്നു. പ്രേക്ഷകർ ക്ഷമയോടെ കേൾക്കുക. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അതായതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ ശശികല ടീച്ചർ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി വേടനെതിരെ പാലക്കാട്ട് വളരെ അക്രമോത്സുകമായി വളരെ മോശമല്ലാത്ത ഭാഷയിൽ പലതും സംസാരിച്ചു. അത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതായത് വേടൻ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ തനത് കല മാത്രം അവതരിപ്പിച്ചാൽ മതി, എന്തിനാണ് റാപ്പർ ആകുന്നത് എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം. അതിന് വേടൻ ഇന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജ്യദ്രോഹിയല്ല, എൻ്റെ സംഗീതം പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പലരുടെയും ഉള്ളു പൊള്ളിക്കുന്നുണ്ട് എന്നാണ് റാപ്പർ വേടൻ പ്രതികരിച്ചത് ശശികലയോട്, വർഗീയ വിഷം ചീറ്റുന്ന ശശികലയോട്. അപ്പോൾ റാപ്പ് സംഗീതം എന്താണെന്ന്, റിതം ആൻഡ് പോയട്രി എന്താണെന്ന് ശശികല ടീച്ചർക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം. ലോകത്ത് എങ്ങനെയാണ് റാപ്പ് ഒരു പ്രതിഷേധ സംഗീതമായിട്ട് പ്രതിരോധ സംഗീതമായിട്ട് വന്നതെന്ന്. കാരണം അതിനകത്ത് പറച്ചിലുണ്ട്, സംഗീതമുണ്ട്, പാട്ടുണ്ട്, അതിൽ ടെക്സ്റ്റ് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയട്രി ഉണ്ട്, സ്പീച്ചുണ്ട്, ലിറിക്സ് ഉണ്ട്, സംഗീതമുണ്ട്, പ്രതിഷേധമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിലെ വർണ്ണവിവേചനം, അതേപോലെ ദാരിദ്ര്യം, പട്ടിണി, അതേപോലെ മറ്റ് വിഷയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ റാപ്പിൽ കടന്നു വരും. അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമൊക്കെ അങ്ങനെയാണ് റാപ്പ് വന്നത്. ഇതൊന്നും ഈ ചരിത്രമൊന്നും അറിയാതെ ഒരു വേടൻ എന്ത് റാപ്പ് പാടുന്നു, വേടന്റെ പരമ്പരാഗത സംഗീതം വല്ലതും ഉണ്ടെങ്കിൽ, ദളിത് സംഗീതം ഉണ്ടെങ്കിൽ അത് പാടിയാൽ പോരെ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. അങ്ങനെ ചോദിച്ചാൽ യേശുദാസ് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്തീയ മരക്കാർ കുടുംബത്തിൽ, അതായത് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ഈ കടൽ തീരത്ത് താമസിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുദാസ് ആ സംഗീതം മാത്രം പാടിയാൽ മതിയായിരുന്നല്ലോ, മരക്കാർമാരുടെ സംഗീതം മാത്രം. എന്തിനാ സിനിമാ ഗാനം പാടാൻ, ശാസ്ത്രീയ ഗാനം സംഗീതം പഠിക്കാൻ, കർണാടക സംഗീതം പഠിക്കാൻ പോകേണ്ട കാര്യം എന്തായിരുന്നു? പോട്ടെ, മാരാർ എന്തുകൊണ്ട് ചെണ്ട കൊട്ടുന്ന മാരാർ എന്ന് വന്നത്, മാരാർ മാത്രം ചെണ്ട കൊട്ടിയാൽ മതി, വേറെ ആരും വേണ്ട. അപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ഓരോ കുലത്തിനും ഓരോ ജാതിക്കും വിഭാഗത്തിനും ഓരോരോ സംഗീതം, സോപാന സംഗീതം ഉൾപ്പെടെ, അതേപോലെ വരേണ്യവർഗം മാത്രം ചെയ്യേണ്ടുന്ന ചില സംഗീതങ്ങൾ, ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, മോഹിനിയാട്ടം, അതുപോലെ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞു പോകില്ല. അതുപോലെ കീഴാളർക്കും ദളിതർക്കും അവരുടെ സംഗീതമുണ്ട്, ഗോത്ര സംഗീതമുണ്ട്, അവരുടെ ഇപ്പം തെയ്യം കലാകാരന്മാർ, അതേപോലെ തോറ്റംപാട്ടുകൾ, ഇങ്ങനെ അവരൊക്കെ തനത് കലാരൂപങ്ങൾ മാത്രം പറഞ്ഞ് നടന്നാൽ മതിയോ? അങ്ങനെ യേശുദാസ് ഒരിക്കലും ആകാൻ പാടില്ലായിരുന്നല്ലോ, ഈ ശശികല ടീച്ചർ പറയുന്നതനുസരിച്ച്. അപ്പം തനത് സംഗീതം പറഞ്ഞാൽ ജാതി സംഗീതം തന്നെയാണ്. അത് കീഴാള ജാതി മേൽജാതിയുടെ, അത് മാരാറിന്റെ ചെണ്ടകൊട്ടായാലും ഈ പറയുന്ന ദളിതന്റെ തോറ്റംപാട്ടായാലും എന്തായാലും. പക്ഷെ അവന്റെ കുലം, അവന്റെ അവന്റെ സമുദായം അത് മാത്രമേ പരിശീലിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു വരേണ്യ ചിന്തയുണ്ടല്ലോ, വർഗീയ ചിന്ത, ഈ വരേണ്യ വർഗീയ ചിന്ത, അതാണ് ശശികല ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെതിരെയാണ് വേടൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതേപ്പറ്റി നമുക്ക് പറയേണ്ടി വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. റാപ്പർ വേടന്റെ ഒരു പ്രശസ്ത ഗാനമാണ് സൂപ്പർ ഹിറ്റായിട്ട് മാറിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഉള്ള ആ തന്ത്രം പാട്ട്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ചിട്ടപ്പെടുത്തിയ റാപ്പർ വേടൻ പാടിയ പാട്ട് സിനിമയിൽ അന്ന് വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സിനിമ വൻ ഹിറ്റായി, പാട്ടും അതിനകത്തൊരു ഘടകമാണ്. എന്നാൽ ആ സിനിമ കണ്ട ചിലർ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്ന് ഇതെന്ത് പാട്ട്, കള്ളൂടിയന്മാരുടെ കുറേ ചെറുപ്പക്കാരുടെ പാട്ട്, ഇതെന്തൊരു ആഭാസമാണ് എന്നൊക്കെ വിമർശിച്ചവരുണ്ട്. പക്ഷെ ഒരു റാപ്പ് സോങ് റാപ്പർ പാട്ടായതുകൊണ്ട് ഹൈ സ്പീഡിൽ അത് പോകുമ്പോൾ അതിലെ വരികളുടെ അർത്ഥം നമ്മൾ പലപ്പോഴും എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ വിവാദങ്ങൾ വന്നപ്പോൾ റാപ്പർ വേടൻ പാടിയ പാട്ടിലെ വരികൾ, അതിൻ്റെ ലിറിക്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
അതുകൂടി ഈ വീഡിയോയിൽ അവതരിപ്പിക്കാം. അതിൻ്റെ ഒരു കവിത എന്ന രൂപത്തിൽ മാത്രം. അതിൻ്റെ സംഗീതമൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലെ അർത്ഥങ്ങൾ, വരികൾ കടമ്മനിട്ടയൊക്കെ എഴുതിയതുപോലെ, കാട്ടാളനും കുറത്തിയൊക്കെ എഴുതിയതുപോലെ, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അതിശക്തമായ വരികൾ നമ്മൾ ഈ കവിതയിൽ റാപ്പർ പാടിയ കുതന്ത്രതന്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ലിറിക്സിലേക്ക് വരാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കെട്ടായം. കിനാവു കൊണ്ടു കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്കൂ. ചേറിൽ പൂത്താലും താമര കണക്ക്. ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥനകഥയൊന്നും അറിയാത്ത കൂട്ടം. കുരങ്ങുകരങ്ങളിലെ പൂന്തോട്ടം, വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം. വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കാത്തൊട്ട്. കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുല്ലുകെട്ട്. കയറുവിട്ട കാളജീവിതമോ ജല്ലിക്കെട്ട്. കണ്ണുമൂടി കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടോ, കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടോ. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടോ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടോ. പറയില്ലടാ എന്നാണ് കറക്റ്റ്, പറയില്ലടാ. ഇനി അതിൻ്റെ ബാക്കി. ഉച്ചവെയിലത്ത് മാടുപോലെ ഉഴച്ചിട്ട്, അന്തിമയങ്ങുമ്പോൾ ആടി കള്ളു കുടിച്ചിട്ട്, പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട്. കപ്പലൊച്ചയല്ലോ താരാട്ട് പാട്ട്. ആരു കാണുവാൻ അടങ്ങിയങ്ങ് ജീവിച്ചിട്ട്, കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട്. തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട്, ഒടുക്കം മരിക്കുമ്പോൾ 6 അടി മണ്ണ് സ്വത്ത്. പിടിച്ചതെല്ലാം പുലി വാലട, കാണ്ടാമൃഗത്തിൻ്റെ തോലട. അഴുക്കിൽ പിറന്നവരാണട, അഴിമുഖങ്ങൾ നീന്തുന്നവരാണട. പകൽ പറന്നു പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ. പദവി പണമൊന്നും വേണ്ടടാ, ഇതൊരു ഉരുക്കു ഗുണമുള്ള തോലട. പെരിയാറിന് അരുമകളല്ലേ, കാൽ തൊടും മണ്ണെല്ലാം മലിനമല്ലേ. അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുകപടലങ്ങളല്ലേ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ, പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ, പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഇങ്ങനെയാണ് കുതന്ത്രതന്ത്ര മന്ത്രം അവസാനിക്കുന്നത്. ഈ പാട്ടിലെ ഓരോ വരികളും എടുത്തു നോക്കുക. കടമ്മനിട്ടയും മറ്റുള്ള പലരും ഒക്കെ എഴുതിയതിനേക്കാളും അവർ മോശപ്പെട്ടവരെന്നല്ല പറയുന്നത്. എത്ര ശക്തമായ പ്രാസം, റിഥം, താളം, താളബോധം. നേരത്തെ പറഞ്ഞ റാപ്പിൻ്റെ ആ പ്രത്യേകതകൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന റാപ്പ് എങ്ങനെ വന്നു? റാപ്പിനെ ശശികല ടീച്ചർ അവർ തള്ളിപ്പറയുമ്പോൾ എന്തുകൊണ്ട് വേടൻ റാപ്പറായി, എന്തുകൊണ്ട് വേടൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോയില്ല, എന്തുകൊണ്ട് ഗാനമേള പാട്ട് അമ്പലപ്പറമ്പിലെ പാട്ടുകാരനായില്ല, എന്തുകൊണ്ട് തെരുവോരങ്ങളിലെ പാട്ടുകാരനായി, എന്തുകൊണ്ട് അത്തരം വേദികൾ തിരഞ്ഞെടുക്കുന്നു? ഇതിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഇതൊരു അദ്ദേഹം എഴുതിയ, വേടൻ എഴുതിയ ഒരു പാട്ടും ഒരു കവിത മാത്രമാണിത്. മറ്റ് പലതും എടുത്ത് നോക്കുക. അതൊക്കെ പറഞ്ഞ് തീരാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് തന്നെ ദീർഘിച്ചു. ക്ഷമിക്കുക നമ്മുടെ പ്രേക്ഷകർ. ഇത്രയെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ഇതിൻ്റെ അർത്ഥം ചർച്ച ചെയ്യണം, അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്രയും നീട്ടി പറഞ്ഞത്.